ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാർബൺ പേപ്പർ വെച്ച് അതിലേക്ക് അതൊന്ന് വരച്ചെടുക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലിപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവായതുകൊണ്ട് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മുഴുവനായും വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ ക്രിസ്മസ് ട്രീ വരച്ചെടുക്കുകയാണ്. ഇതും നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാനുള്ള ഒരു സ്റ്റാറും കൂടെ വേണം. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തൊപ്പിയിലൊക്കെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സിലെല്ലാം പെയിന്റ് ചെയ്തെടുക്കാം. ഇത്രയും നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രസ്സിൽ ആ പെയിന്റ് ചെയ്യാത്ത ഭാഗങ്ങളിലെല്ലാം നമുക്ക് കോട്ടൺ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഫേസിലൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷൂവിനൊക്കെ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബെൽറ്റിനും കൂടെ പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കണ്ണുകളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് ശരിയാക്കി എടുക്കാം. ഇതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കാർഡ്ബോർഡ് ബോക്സിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിന്റെ ഔട്ട്ലൈനിലെല്ലാം നമ്മൾ ഇതുപോലെ ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പോയിന്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെയും കൂടെ പെയിന്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്യാതെ ഒഴിവാക്കിയിട്ടുള്ള ആ ഭാഗങ്ങളിലെല്ലാം കോട്ടൺ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തൊപ്പിയിലെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കതിൻ്റെ പുരികത്തിലെല്ലാം ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിലുള്ള ഈ ഭാഗങ്ങളിലെല്ലാം കോട്ടൺ ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ താഴെയുള്ള ഈ ഒരു ഭാഗത്ത് ഈ 2 കളർ കൊടുത്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഗ്രീൻ കളർ വൂളൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലൂ സ്റ്റിക്കിൽ ഇതുപോലെ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ക്രിസ്മസ് ട്രീയുടെ വലുപ്പത്തിനനുസരിച്ചാണ് അതിൽ ചുറ്റിയെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ അതിലൊന്ന് ഒട്ടിയതിന് ശേഷം നമ്മളിത് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ആ ഗ്ലൂ സ്റ്റിക്ക് അതിനകത്ത് നിന്ന് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമുക്കിതിൽ മുഴുവനായും ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കുന്ന ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാൻ വളരെ സിമ്പിൾ ആണ്.
ഇനി നമുക്ക് കുറച്ച് ഭാഗത്തൂടെ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടുതലായി നിൽക്കുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാറിൽ നമുക്ക് ഗ്ലിറ്റർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ സ്റ്റാർ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഗ്ലിറ്റർ പേപ്പറിൽ നിന്നും ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് തെർമോകോൾ ബോൾസും കൂടെ ഒട്ടിച്ചെടുക്കാം. പിന്നീട് നമ്മൾ സ്റ്റാർ പഞ്ച് വെച്ച് ഇതിൽ നിന്ന് കുറച്ച് സ്റ്റാർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നീട് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ക്രിസ്മസ് ട്രീയുടെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലും ഒട്ടിച്ചെടുക്കണം. ഇതിന്റെ എല്ലാം താഴേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് അതിലൊന്ന് വെച്ച് നോക്കിയിട്ട് അവിടെ ഒന്ന് ഹോൾ ഉണ്ടാക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് അതിലൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. അപ്പൊ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഉറപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയും നമുക്ക് അതുപോലെ തന്നെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ബാക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനും നമ്മൾ അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കാർഡ്ബോർഡ് ബോക്സിന്റെ മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് കോട്ടൺ കൂടെ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനു മുകളിലും കുറച്ച് തെർമോക്കോൾ ബോൾസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതാ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ച് ഗിഫ്റ്റ് ബോക്സിന്റെ ഷേപ്പിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ അതിന്റെ മുകളിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക് നമുക്ക് LED ലൈറ്റ് ഇട്ടും കൂടെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.